ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. UNEP സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1972. UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയറോൺമെന്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നെയ്റോബി. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ചേർന്നു നിൽക്കുക. ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി 1974 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? ഉത്തരം ഇക്കോമാർക്ക്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? ഉത്തരം 1974. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R മിശ്ര. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധാ പട്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ചൂലന്നൂർ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം മണ്ണിര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം നെയ്യാർ. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം. അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം നെടുമങ്ങാട് താലൂക്ക്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ആന. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം? പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. റേച്ചൽ കേഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം വനങ്ങൾ. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. ലോകത്ത് ഏറ്റവും കൂടുതൽ
ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. WWFന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം എന്നാണ്? ഉത്തരം 1973. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ടാൻസ്ലി. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1992. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്? ഉത്തരം കാവുകൾ. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഹരിതസസ്യങ്ങൾ. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം? ഉത്തരം പച്ച. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബയോസ്ഫിയർ അഥവാ ജൈവമണ്ഡലം. ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഉത്തരം ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നത് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം നോർമൻ മിയേഴ്സ്. 1988 ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. 2025 തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസാർ അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ജയശ്രീ വെങ്കടേശ്വരൻ. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 23. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ചടയ്ക്കുക, ക്ലോസിംഗ് ദ ഏർലി വാർമിംഗ് ഗ്യാപ്പ് ടുഗദർ. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഹിമാനികളുടെ സംരക്ഷണം. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരം മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? ഉത്തരം തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കര. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം? ഉത്തരം ബെയ്ലി. ലോക വന്യജീവി ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 3. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങളിലും ഗ്രഹങ്ങളിലും നിക്ഷേപം. 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി? ഉത്തരം സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം വെള്ളാനിക്കര കാർഷിക സർവകലാശാല. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ? ഉത്തരം കല്ലൂർ ബാലൻ. ആസാമിൽ നിന്നുള്ള ജീവിശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ പ്രവർത്തക? പൂർണിമാദേവി ബർമൻ. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ നിന്ന് മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം കൊല്ലം. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണിൻ്റെ പേര്? ഉത്തരം അസ്ത്ര V1.
ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ജമ്മു കശ്മീർ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഗാലറിയുടെ പേര് ഓൺ ദി എഡ്ജ്. കേരളം തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല? ഉത്തരം കാസർഗോഡ്. വരൾച്ച ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം കോട്ടയം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. 2025 ലോക തണ്ണീർത്തട പ്രമേയം എന്താണ്? ഉത്തരം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ? ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂറും. റാംസാർ തണ്ണീർത്തടങ്ങളുടെ നഗരങ്ങളുടെ പട്ടികയിൽ ആകെ 31 നഗരങ്ങളുണ്ട്. 2025 ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായി നിരോധിച്ച രാജ്യം? ഉത്തരം തായ്ലൻഡ്. ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ മാസം? ഉത്തരം 2025 ജനുവരിയിൽ. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം? നിലമ്പൂർ തേക്ക് മ്യൂസിയം. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ്? ഉത്തരം കതിരവൻ. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരളം ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം മിഷൻ ഫുഡ് ഫോർ ആൻഡ് വാട്ടർ.